ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം. അതായത് നീ അവിടെ പോയിട്ടുണ്ടോ, നീ അവനെ കണ്ടിട്ടുണ്ടോ, നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, നീ അവരുടെ കൂടെ കളിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ്. സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് വെച്ചിട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അർത്ഥം കിട്ടും. ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹാവ് ഓർ ഹാസ് ഇതിന് ശേഷം വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വരിക. V3 ആണ് ഉപയോഗിക്കേണ്ടത്. നീ അവിടെ പോയിട്ടുണ്ടോ, ഹാവ് യു ഗോൺ ദെയർ, ഹാവ് യു ഗോൺ ദെയർ. ഹാവ് കഴിഞ്ഞു, ഗോൺ മൂന്നാമത്തെ ഫോമാണ് കേട്ടോ. ഹാവ് യു ഗോൺ ദെയർ, നീ അവിടെ പോയിട്ടുണ്ടോ. നീ അവളെ കണ്ടിട്ടുണ്ടോ, ഹാവ് യു മെറ്റ് ഹർ, ഹാവ് യു മെറ്റ് ഹർ. നീ അവരുടെ കൂടെ കളിച്ചിട്ടുണ്ടോ, ഹാവ് യു പ്ലേഡ് വിത്ത് ദം. അവൾ ഇവിടെ വന്നിട്ടുണ്ടോ, ഹാസ് ഷീ കം ഹിയർ. ശ്രദ്ധിച്ചില്ലേ, ഇവിടെ ഷീ ഒരാളെ ഉള്ളൂ, അതുകൊണ്ടാണ് ഹാസ് വന്നത്. ഹാസ് ഷീ കം ഹിയർ, അവൾ ഇവിടെ വന്നിട്ടുണ്ടോ. എങ്ങനെയാണെങ്കിൽ നീ ആ പാഠം പഠിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നൊന്ന് കമന്റ് ചെയ്യൂട്ടോ. പാഠം എന്നുള്ളതിന് ലെസൺ എന്നാണ് പറയാം അല്ലെ. അപ്പൊ നീ ആ പാഠം പഠിച്ചിട്ടുണ്ടോ.